ഇപ്പൊ ഞാൻ ക്ലിനിക്കൽ സെറ്റിംഗിൽ നിന്ന് ഇറങ്ങി സ്കൂൾ സെറ്റിംഗിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത അത്രയും LD കേസുകളാണ് ഒരു സ്കൂൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ പാരന്റ്സിന്റെ സംശയം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഈ LD അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ അസുഖം ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കൂടുതൽ കുട്ടികൾ ഇത് അസസ് ചെയ്യപ്പെടുന്നത്, ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പണ്ട് മുതലേ പഠനവൈകല്യം അല്ലെങ്കിൽ പഠന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഉണ്ട്. ഇന്നും അതുണ്ട്, പണ്ടും ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ട് അവയർനെസ് ഇല്ലായിരുന്നു. ടീച്ചേഴ്സിന്റെ ഇടയിലായിക്കോട്ടെ, പാരന്റ്സിന് എസ്പെഷ്യലി പാരന്റ്സിന്റെ ഇടയിലൊന്നും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞൊരു ന്യൂറോ ഡെവലപ്മെന്റ് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ പഠന ബുദ്ധിമുട്ട് പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ട് വരാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പാരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പൊതുവെ എല്ലാവരും എന്താണ് അവെയർ ആണ്. അതായത് കുട്ടിക്ക് എഴുത്തിലും വായനയിലും ബുദ്ധിമുട്ടുണ്ട്, അത് ബ്രെയിനിൽ വരുന്ന ഒരു കണ്ടീഷനാണ്, അതുമൂലം കുട്ടിക്ക് പഠനത്തിനെ തന്നെ ബാധിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. കാരണം ഇന്ന് ഒരുപാട് അവയർനെസ് സെഷൻസ് കിട്ടുന്നുണ്ട്, റെമഡിയൽ സെന്റേഴ്സ് ഉണ്ട്, ഈവൻ സ്കൂളിൽ വരെ കൗൺസിലേഴ്സിനും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കൊറോണയുടെ സമയത്ത് സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ, KG സെഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് നമുക്ക് എഴുത്തിലും വായനയിലും പൊതുവെ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ 5th സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 3rd 4th ഉള്ള കുട്ടികളായിക്കോട്ടെ, അവർക്ക് എഴുത്തിലും വായനയിലും അല്ലെങ്കിൽ കണക്ക് ചെയ്യുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിപ്പം മാത്രമുള്ള ഒരു കണ്ടീഷൻ ആയിട്ട് ആർക്ക് തോന്നുന്നത്, പാരന്റ്സ്. പണ്ടുണ്ട്, പണ്ട് ഇതിനെ കുറിച്ചിട്ട് ആരും അവെയർ അല്ലായിരുന്നു. ഇന്ന് അതിനെ കുറിച്ചിട്ട് എല്ലാവരും അവെയർ ആണ് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. വൺസ് നമ്മൾ LD അസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെമഡിയൽ എഡ്യൂക്കേഷൻ ആണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ആയിട്ട് രീതിയിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ പല പാരന്റ്സിന്റെ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് പാരന്റ്സോ അല്ലെങ്കിൽ പൊതുവെ ഉള്ള ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ അങ്ങോട്ട് കുട്ടീനെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ഫുള്ള് സ്കൂളറുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഫുള്ള് സ്കൂളർ നോക്കണം. അങ്ങനെയല്ല, ടീച്ചേഴ്സിന് എന്റേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പക്ഷെ അവിടെ പാരന്റ്സിനും എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടി എത്രത്തോളം പഠിക്കുന്നുണ്ട്, അവന് വായനയിൽ എത്രത്തോളം അല്ലെങ്കിൽ എഴുത്തിൽ എത്രത്തോളം സ്കില്ലുണ്ട് എന്നുള്ളത് പാരന്റ്സും കൂടി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും കൂടി ആ ഒരു ശ്രദ്ധയും കൂടി കിട്ടുമ്പോഴാണ് ശരിക്കും ഒരു കുട്ടി പഠനത്തിൽ എന്താവാ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഈ റെമഡിയൽ സപ്പോർട്ട് എല്ലാ സ്കൂളിലും കൊടുക്കുന്നുണ്ട്, പക്ഷെ പല സ്കൂളുകളിലും അതൊരു സക്സസ് ആയി കാണുന്നില്ല എന്നുള്ളതാണ്. പാരന്റ്സിന്റെ മെയിൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ റെമഡിയൽ സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ പെട്ടെന്ന് കുട്ടിയിൽ ഒരു ഗ്രോത്ത് വരും, പക്ഷെ പ്രോഗ്രസ് കാണാൻ സമയമെടുക്കും. കാരണം അതൊരു കൊളാബറേറ്റീവ്ലി മാത്രമേ നമുക്കൊരു വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടീൻ്റെ ഇതിൽ ഒരു പ്രോഗ്രസ് കാണാൻ പറ്റുള്ളൂ. അവരുടെ ഇമോഷണൽ വെൽബീങ്ങും, അതായത് ഇപ്പോൾ ഒരു LD ഉള്ള കുട്ടി പല പിയർ പ്രഷറുകളും അതേപോലെ വീട്ടിൽ നിന്നുള്ള കുറെ അവഗണനകളും ഒക്കെ നേരിട്ട് ഭയങ്കര ഇമോഷണലി എക്സോസ്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവാം. അപ്പം അവരുടെ ഇമോഷണൽ വെൽബീങ്ങും കൂടി നമ്മൾ ഓവർലുക്ക് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. അതും കൂടി ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓവറോൾ പ്രോഗ്രസ് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെയും വീട്ടുകാരുടെയും ഒക്കെ ഒരു കൊളാബറേഷൻ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. സ്കൂളിൽ എന്തുകൊണ്ട് റെമഡിയൽ സക്സസ് ആവുന്നില്ല എന്ന് വെച്ചാൽ, സ്കൂളിലൊരു ടൈം ലിമിറ്റ് ഉണ്ട്, അവിടെ ഒരു സിലബസ് ഉണ്ട്. സ്കൂളിന്റെയും ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിലബസ് തീർക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത് അവരുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം സിലബസ് തീർത്തില്ലെങ്കിൽ പിന്നെ അവിടെ ക്വസ്റ്റ്യൻ വരും, അവർ തന്നെയാണ് അതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്പേസിൽ അവിടെ റെമഡിയൽ കൊടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഒരു സിസ്റ്റം പൊതുവെ കൊടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ, ഒരു സ്കൂളിന്റെ സ്റ്റുഡൻസിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് അവിടെ കൗൺസിലേഴ്സിനെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയും അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മുടെ നാട്ടിൽ നിലവിലില്ല. അപ്പോഴും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്റ്റിഗ്മ, കുട്ടികൾക്ക് ഇടയിൽ തന്നെയുള്ള ഒരു സ്റ്റിഗ്മ അവർ റെമഡിയൽ എടുക്കുന്നിടത്ത് ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടിയും ലേൺ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ഇപ്പൊ 2 കുട്ടികൾക്ക് സെയിം പ്രോബ്ലം ആണ് മാത്തമാറ്റിക്സിൽ, പക്ഷെ അതിന്റെ അണ്ടർലൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് വർക്കിംഗ് മെമ്മറിയിലുള്ള പ്രോബ്ലം ആയിരിക്കും, ഒരാൾക്ക് ഒരു മാത്തമാറ്റിക്കൽ റീസണിങ്ങിലുള്ള പ്രോബ്ലം ആയിരിക്കും. പക്ഷേ ഒരു ടീച്ചർ എന്ന നിലയിൽ അവർക്ക് ഒരേ
അപ്രോച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു റെമഡിയൽ എഡ്യൂക്കേറ്റർ എന്ന നിലയ്ക്ക് അണ്ടർലൈൻ കോഴ്സ് കണ്ടുപിടിച്ച് ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഓവറോൾ ഗ്രോത്ത് കൊണ്ടുവരാന്നുള്ളതാണ് ഉള്ളത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പൊ ഒരു എഡിറ്റിംഗിലെ കുട്ടീനെ നമ്മൾ ഡയഗ്നോസ് ചെയ്താലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്താലും ടീച്ചേഴ്സും പാരന്റ്സും സ്കൂൾ കൗൺസിലേഴ്സും അതിലൊരു പ്രോപ്പർ അസസ്മെന്റ് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഒരു കാര്യമാണ് കൊളാബറേറ്റീവ്ലി വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ കുട്ടിന്റെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ, അറ്റ്ലീസ്റ്റ് നല്ലൊരു വെൽബീയിങ്ങിലും ആ കുട്ടിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും.